2017 ജൂൺ മാസത്തിലെ ലോകകപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിതാലി രാജും സംഘവും ഇംഗ്ലണ്ടിലുണ്ട്. അപ്പോൾ അന്ന് ഈ ലീഗ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സന്നാഹ മത്സരത്തിൽ ശ്രീലങ്കയെ ഇന്ത്യൻ പെണ്ണുങ്ങൾ 109 റൺസിന് തോൽപ്പിച്ചു. അപ്പോൾ ആ കളിയിൽ 85 റൺസ് അടിച്ച് മിതാലി ക്യാപ്റ്റന്റെ കളി പുറത്തെടുത്തു. അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ മനുഷ്യാകാരമായി ഒരു വാർത്താ സമ്മേളനത്തിന് വന്നിരുന്ന ഇന്ത്യൻ നായികയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: മിതാലി, ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെയിൽ ക്രിക്കറ്റർ എന്ന്? അപ്പോൾ മിതാലിയുടെ മറുപടി ഒട്ടും വൈകിയില്ല. ഈ അവസരത്തിൽ നിങ്ങൾ ഇതേ ഒരു ചോദ്യം ഒരു മെയിൽ ക്രിക്കറ്ററിനോട് ചോദിക്കുമോ? ആണിനോടും പെണ്ണിനോടും സമൂഹത്തിന് ഈ രണ്ട് ഗണത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയായിരുന്നു മിതാലി രാജ് ചോദിച്ചത്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സാധനം എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ എത്രയൊക്കെ നമുക്ക് ഈ സ്ത്രീകൾ മുന്നേറി എന്ന് പറഞ്ഞാലും, സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഒരു രണ്ട് തട്ട് എവിടെയൊക്കെയൊക്കെയോ ദൃശ്യമാണ്. പിന്നെ ഈ വനിതാ ദിനത്തിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ എല്ലാ സ്ത്രീകളുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷന്റെ ചേർത്തു നിർത്തലും പ്രചോദനവും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പുരുഷ ഭേദമൊന്നും ഇല്ലാതെ നമുക്ക് പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വനിതാ ദിനം ഒന്നിച്ചാഘോഷിക്കാം.